അയ്യോ, ചിക്കൻ ബിർയാണി. ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി. ബിരിയാണിയിൽ പിന്നെ ചിക്കൻ കറിയാണല്ലോ അല്ലേ. ജിലേബി, കേക്ക്. ഈശ്വര, കേക്ക് വേണ്ട, ജിലേബി വേണ്ട. ഇന്ന് സെറ്റായില്ലെങ്കിൽ ഇതെല്ലാം കൊള്ളിക്കേണ്ടതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഫുൾ ബിരിയാണി ഉണ്ട്. സൂപ്പർ. കുടുംബശ്രീ ബിരിയാണിയാണോ? കുടുംബശ്രീക്കാരും വാർഷികം ഇവിടെ അർത്ഥം ഒന്ന് വരും. വാർഷികത്തിൻ്റെ ഭയങ്കര സെലിബ്രേഷനാണ്. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ. ആക്ച്വലി ഞാൻ കുടുംബശ്രീയിലില്ല, പക്ഷെ ബിരിയാണി എങ്ങനെ വന്നു പറയാം. കഴിക്കുമ്പം സംസാരിക്കാൻ പാടില്ല എന്നപ്പം ഫുഡിനെ റെസ്പെക്ട്. ആക്ച്വലി ഈ ഫുഡിൽ എനിക്ക് പങ്കില്ല. സത്യത്തിൽ എനിക്ക് ഓസി ഫുഡാണ്. എൻ്റെ സിസി കുടുംബശ്രീ, അവര് കുടുംബശ്രീ ഉണ്ട്. അപ്പം ചിക്കൻ കഴിക്കില്ല. ചിക്കൻ കറി മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കൻ കറിയാണ് കൊണ്ടുവന്നത്. ചില്ലി ചിക്കൻ കൊണ്ടുവന്ന്. ചൂടല്ലേ, എല്ലാം കൂടെ കഴിച്ചാൽ പിന്നെ 2 ദിവസത്തിന് ഉറങ്ങിപ്പോവും. അപ്പം ചിക്കൻ കറിയും ബിരിയാണി, സാലഡ്, അച്ചാർ, കേക്ക് ഞാൻ മാറ്റി വെച്ചു. ചെറിയ പീസ്, വലിയ പീസ് ഒരു 3-4 ജിലേബി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ മാറ്റി വെച്ചു. എല്ലാം കൂടെ അതിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഒരു ബിരിയാണി, ഇതൊരു ഫുൾ ബിരിയാണി ഉണ്ട്. ആക്രാന്തം ഫുൾ കൈയിട്ടു മാക്സിമം. കഴിക്കും. ബിരിയാണി ഒന്നും പറയാനില്ല, സൂപ്പർ. നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ലേഡീസിന് നന്നായിട്ട് വെക്കാനായിരുന്നു. ഓ, ചിക്കൻ കറിക്ക് നല്ല എരി.
എനിക്ക് ഇത്രയും ഫുഡിൽ കൈയിടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇരുന്ന് 2 മണിക്കൂർ എടുത്ത് ഫുഡ് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കട്ടെ. കുറച്ച് സമയം എടുക്കും. അപ്പോൾ പതിയെ കഴിച്ചേച്ച് വരാം. സമയം കെടുത്തി കഴിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.